ഭൂമിയിൽ അകപ്പെട്ട് കിടക്കുന്ന 60,000 രാജകുമാരന്മാരുടെ ആത്മാക്കൾ. അവരെ മോചിപ്പിക്കാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴുകിയ ഒരു നദി. ഭഗീരഥ പ്രയത്നത്തിന്റെ ഇതിഹാസകഥ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സഗര രാജാവ് മഹത്തായ അശ്വമേധയാഗം നടത്തി. ഈ യാഗത്തിൽ ഒരു വിശുദ്ധ കുതിര സ്വതന്ത്രമായി അലഞ്ഞുതിരിയണം. അതിനെ തടയുന്ന ഏതൊരു രാജാവും യുദ്ധം ചെയ്യണം. എന്നാൽ കുതിര അപ്രത്യക്ഷമായി. സഗര രാജാവ് തന്റെ 60,000 പുത്രന്മാരെ അയച്ചു കുതിരയെ തിരയാൻ. അവർ ഭൂമിയിൽ തിരഞ്ഞു. നദികളും മലകളും കാടുകളും കടന്ന് അവസാനം അവർ പാതാളത്തിൽ എത്തി. അവിടെ അവർ കുതിരയെ കണ്ടെത്തി. പക്ഷേ അവിടെ മഹർഷി കപിലൻ ധ്യാനത്തിലാണ്. അവന്റെ തൊട്ടടുത്താണ് കുതിര. അവർ ചിന്തിച്ചു, ഇവൻ തന്നെയാണ് കുതിരയെ മോഷ്ടിച്ചത്. കപിലനെ അവഹേളിച്ച് ആക്രമിക്കാൻ അവർ ഉദ്ദേശിച്ചു. കപിലൻ തന്റെ കണ്ണുകൾ തുറന്നു. അവന്റെ ദിവ്യശക്തിയിൽ 60,000 രാജകുമാരന്മാർ അഗ്നിയിൽ നശിച്ചു. പക്ഷേ അവർക്കു മോക്ഷം കിട്ടിയില്ല. ഗംഗാജലത്തിന് മാത്രമേ അവരെ മോചിപ്പിക്കാൻ കഴിയൂ. സഗരന്റെ സന്തതി ഭഗീരഥൻ അചഞ്ചലമായ പ്രതിജ്ഞ ചെയ്തു. ഞാൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. അതിനായി ഭഗീരഥൻ ദൈവങ്ങളെ തപസ്സിലൂടെ പ്രാർത്ഥിച്ചു. വർഷങ്ങളോളം ബ്രഹ്മാവിനെ ആരാധിച്ചു. അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷനായി, ഭഗീരഥ, ഞാൻ ഗംഗയെ സ്വർഗ്ഗത്തിൽ നിന്ന് വിടാം. പക്ഷേ അവളെ ഭൂമി താങ്ങുമോ? ഭൂമിക്ക് സംരക്ഷണം വേണം. അതിനായി ഭഗീരഥൻ ശിവനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഗംഗയ്ക്ക് അഭിമാനമായിരുന്നു. ഞാൻ സ്വർഗീയ നദിയാണ്. ആർക്കും എന്നെ തടയാനാവില്ല. അതിശക്തിയോടെ അവൾ താഴേക്ക് കുതിച്ചു. അവൾ ഭൂമിയെ നശിപ്പിക്കുന്നതിനു മുമ്പ് ശിവൻ അവളെ തന്റെ ജടയിൽപ്പെടുത്തി. വർഷങ്ങളോളം ഗംഗ ശിവന്റെ ജടയിൽ കുടുങ്ങിക്കിടന്നു. ഒരിക്കൽ കൂടി ഭഗീരഥൻ പ്രാർത്ഥിച്ചു, മഹാദേവ, ദയവായി ഗംഗയെ മോചിപ്പിക്കൂ. ശിവൻ തന്റെ ദിവ്യമായ പുഞ്ചിരിയോടെ ഗംഗയെ ഭൂമിയിലേക്ക് പതുക്കെ ഒഴുക്കി. ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഗംഗയുടെ ഒഴുക്ക് അതിശക്തമായിരുന്നതിനാൽ അവൾ പല വഴികളായി തിരിഞ്ഞു. ഇന്നും നമുക്ക് അറിയാവുന്ന ഗംഗാനദിയുടെ ശാഖകൾ ഇതിന്റെ പ്രതിഫലനമാണ്. ഭഗീരഥൻ ഗംഗയെ പാതാളലോകത്തിലേക്ക് കൊണ്ടുപോയി. അവൾ സഗരപുത്രന്മാരുടെ ചിതാഭസ്മത്തിൽ പതിച്ചു. ഗംഗയുടെ ദിവ്യജലം 60,000 സഗരപുത്രന്മാരുടെ ആത്മാക്കളിൽ പതിച്ചപ്പോൾ അവരുടെ ആത്മാക്കൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നു. ഭഗീരഥ പ്രയത്നം വിജയിച്ചു. ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥൻ ഭക്തിയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീകമായി അവശേഷിക്കുന്നു. ആത്മാർത്ഥ പ്രയത്നത്തെ ഇന്നും ഭഗീരഥ പ്രയത്നം എന്ന് അറിയപ്പെടുന്നു.